ഞങ്ങളുടെ കിതാബ് നോക്കും വള്ളി പുള്ളി ഉത്തമം അങ്ങനെ തന്നെ വള്ളി പുള്ളി ഉത്തമം വ്യത്യാസമില്ലാതെ അതിന്റെ തുടക്കം മുതൽ ഇന്ന് വരെയും ഈ ലോകാവസാനം വരെയും ഒരേ കിതാബ് ഞങ്ങൾക്ക് ലോകത്തെല്ലാത്തുള്ളൂ. ഇത് പെർഫെക്റ്റ് ആയിട്ട് പ്രിസർവ് ചെയ്തിരിക്കുകയാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് ഇത് പ്രചരണം നടത്തി. ഇപ്പൊ എന്താണ് സ്ഥിതി എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളായ ഒരുപാട് പണ്ഡിതന്മാര് ഉലൂമുൽ ഖുർആൻ എടുത്ത് പഠിച്ചു. ഉലൂമുൽ ഖുർആൻ എടുത്ത് പഠിക്കാൻ മാത്രമല്ല അവര് അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു പോയി ഗവേഷണങ്ങൾ നടത്തി പഠനങ്ങൾ നടത്തിയിട്ട് അവരിപ്പോ വലിയ തോതിൽ ഇസ്ലാമിസ്റ്റുകളുടെ എല്ലാ വാദങ്ങളും പരമ അബദ്ധങ്ങളാണ്. എന്താണ് സംഭവിച്ചത്? കുറെ അക്കാഡമിക് ആയിട്ടുള്ള ആളുകൾ ഇത് പഠിച്ചു, അങ്ങനെയാണോ? അല്ല, ക്രിസ്ത്യാനികൾ, അത് കുറെ ക്രിസ്ത്യൻ പണ്ഡിതന്മാർ ഇത് പഠിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്താ പഠിച്ചത്? ഉലൂമുൽ ഖുർആൻ പഠിച്ചു. ഉലൂമുൽ ഖുർആൻ പഠിച്ച കുറെ ക്രിസ്ത്യൻ പണ്ഡിതന്മാർ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കുറെ അക്കാഡമിക് ആയിട്ടുള്ള സ്കോളേഴ്സ്, ഈവൻ അക്കാഡമിക് ഫീൽഡിലാണെങ്കിൽ പോലും സ്വാഭാവികമായും അവർക്ക് അവരുടേതായ നാച്ചുറലിസ്റ്റിക് ബയാസസ് ഉണ്ടാവും. പക്ഷെ പോട്ടെ, അറ്റ്ലീസ്റ്റ് വിചാരിക്കാം. പക്ഷെ ഇവിടെ ക്രിസ്ത്യാനികൾ ഫണ്ട് ചെയ്ത് സ്വാഭാവികമായും ക്രിസ്ത്യാനിറ്റി ഡ്രോപ്പ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റിയിലുള്ള ആളുകൾ പലപ്പോഴും പോകുന്നത് ഇസ്ലാമിലേക്കാണ്. ഇസ്ലാമിക പ്രബോധകന്മാരെ നമ്മൾ എടുത്ത് നോക്കിയാൽ അതിൽ നല്ലൊരു വിഭാഗം ആളുകൾ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് വന്ന ആളുകളാണ്. അപ്പം സ്വാഭാവികമായും അങ്ങനെ ക്രിസ്ത്യാനികൾ ഫണ്ട് ചെയ്തുണ്ടാക്കിയ ഒരു പ്രൊപ്പഗണ്ട, അതാണ് മൂപ്പരുടെ തെളിവ്. ഇത് നിലവാരം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. ഒന്ന് ഖുർആന്റെ ഒരു ആഘോഷം, ഈ നമുക്ക് 100ാമത്തെ ആഘോഷം ഇപ്പൊ നടക്കേണ്ട വർഷമാണ്. ഇതിലെ റട്ടറിക്ക് പോലും അത് 100ാമത്തെ വാർഷികം ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 100ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ് എന്നത് പോലും കോപ്പി അടിച്ചതാണ്. ആ റട്ടറിക്ക് പോലും, ആ കോമഡി പോലും കോപ്പി അടിച്ചതാണ് എന്നുള്ളതാണ്. അതായത് ടുഡേ ഇസ് ദ 100th ബർത്ത്ഡേ ഓഫ് ദ 1924 കെയറോ എഡിഷൻ ഓഫ് ദ ഖുർആൻ. ഓക്കെ, ടു സെലിബ്രേറ്റ് വി ആർ ഹാവിംഗ് എ ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ പണ്ഡിതന്മാർ ഉണ്ടാക്കി വെച്ച ആ കോമഡി പോലും അതേപോലെ യാതൊരു രീതിയിലുള്ള ക്രിറ്റിക്കൽ തിങ്കിങ്ങും ചെയ്യാതെ, യാതൊരു രീതിയിലുള്ള പരിശോധന ചെയ്യാതെ അതേപോലെ ഇവിടെ വന്നിട്ട് പ്രസംഗിക്കുകയാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത്. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ പ്രിസർവേഷനെ ബാധിക്കുന്ന ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് കളവായി പോകും. നമുക്ക് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? സ്പെല്ലിംഗ് സ്റ്റാൻഡർഡൈസ്ഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എ എന്നുള്ളത് ഇംഗ്ലീഷ് ഭാഷയിൽ 2 രീതിയിൽ എഴുതാൻ പോലെ അറബിക്കിലും ഒരേ വേർഡുകൾ പല രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയും എന്നുള്ളതാണ്. അപ്പം ആ എഴുത്തിൽ സ്പെല്ലിംഗ് ചിലപ്പോൾ ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ മറ്റൊന്നാണ് ഷേപ്പ് ഓഫ് ദ ലെറ്റേഴ്സ്. അക്ഷരങ്ങളുടെ ഷേപ്പ്. അതായത് ഇപ്പൊ ബാ എന്ന് എഴുതുന്നത് ഇങ്ങനെ എഴുതാം, ഇവിടെ കുറച്ച് നീട്ടി എഴുതാം, അങ്ങനെ പല രീതിയിൽ എഴുതാൻ കഴിയും. പേജിന്റെ അലൈൻമെന്റ് ചിലപ്പം ഒരു പേജിൽ 16 ലൈൻ ആയിരിക്കും മുമ്പത്തെ ഖുർആനിൽ ഉണ്ടാവുക, പിന്നെ അത് 15 ആക്കിയിട്ടുണ്ടാവും. ചിലപ്പം അങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പം വരികൾ മാറിയാൽ ചിലപ്പോൾ ഖുർആന്റെ പ്രിസർവേഷൻ മാറുമായിരിക്കില്ലേ, നമുക്കറിയില്ല. 33 വേർഷൻസ് ആയിട്ട് ഖുർആന്റെ 33 വേർഷൻസ് ആയിട്ട് നിങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥം. ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഇവർ ഭയങ്കര ഉലൂമുൽ ഖുർആനൊക്കെ ഉലൂമുൽ ഖുർആനൊക്കെ പഠിച്ച വലിയ ആളുകളാണ്. അറബി അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. കാരണം ആ 33 റിപ്പീറ്റേഷൻ ആണ്. അതായത് 30 ഇവർ പറയുന്ന 33 ഖുർആൻ അല്ലെങ്കിൽ 26 ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഇവർ പബ്ലിഷ് ചെയ്തത് ഒരേ ഖുർആന്റെ ചട്ട വ്യത്യാസമായിരുന്നു. ഓഫ്കോഴ്സ് ശരിയാണ്, വ്യത്യസ്ത ഖിറാഅത്തുകളുണ്ട്. പക്ഷേ ഈ 33 എന്നുള്ള കണക്ക് ചട്ട 2 ഖുർആന്റെ ചട്ട മാറിപ്പോയപ്പം പറ്റിപ്പോയ ഒരു അബദ്ധമാണ്. ആ അബദ്ധം മേലാൽ പറയാതിരിക്കുക എന്നുള്ളതാണ്